സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അധികം ചിലവൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിൽ ആർട്ടാണെന്ന് പറയാം. കാരണം സാധാരണ നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ പെയിന്റ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഓൺലി ഒപ്റ്റിക്കൽസ്, നോ പെയിന്റിങ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒട്ടിച്ചെടുക്കുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഈ വീഡിയോ മാത്രമല്ല, വേറെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഞാൻ ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ സെൻഡ് ചെയ്ത് തന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സമയം അധികം കളയണ്ട, നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഈ ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. 3 ബോട്ടിലിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് എൻ്റെ ഒരു പഴയ കുർത്തിയാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ പിന്നി പോയിട്ട് തയ്ച്ച് റെഡിയാക്കാൻ പറ്റില്ല, എന്നാൽ കളറൊക്കെ അടിപൊളി ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുർത്തിയാണ്. അതിൻ്റെ കൈയിൻ്റെ പോർഷൻ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെസ് ബോർഡ് പോലെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. വൈറ്റ് ഗ്ലൂ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് വൈറ്റ് ഗ്ലൂവും വെള്ളവും 2:1 റേഷ്യോയിൽ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മിക്സ് നമ്മുടെ ഗ്ലാസ് ബോട്ടിലിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 3 സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വൈറ്റ് ഗ്ലൂ വെള്ളം കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്തു. ഇനി അതിൻ്റെ മേലെ നമ്മുടെ തുണി അത് നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ബബിൾസ് പോലെയൊന്നും ഉണ്ടാവരുത്. കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത 3 സൈഡിലും നമ്മളിപ്പോൾ നമ്മുടെ ക്ലോത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4ാമത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്ത് പിന്നെ ബാലൻസ് ഉള്ള ആ ക്ലോത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ മേലെയും നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ആവശ്യമുള്ളിടത്ത് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് ആവശ്യമില്ലാത്ത ക്ലോത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. താഴെയൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഒരു കോട്ടും കൂടി നമ്മുടെ വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടത് ഡ്രൈ ആയിട്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് അടുത്ത ബോട്ടിൽ എടുക്കാം. അടുത്ത ബോട്ടിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, പാലിൻ്റെ ബോട്ടിലാണ്. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സെയിം ക്ലോത്ത് തന്നെയാണ്, സെയിം ഡിസൈനിലുള്ള ക്ലോത്ത് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബോട്ടിലിൽ സെയിം ഡിസൈനുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റും നമ്മുടെ വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സ് അപ്ലൈ ചെയ്ത് പൊതിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ബോട്ടിലിനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് സെൻറ്ററിലുള്ള പോർഷൻ മാത്രം ഇത് കവർ ചെയ്തിട്ട് മേലെയും താഴെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് ബോട്ടിലിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള മിക്സ്. അപ്പോൾ ഞാൻ അതിന് ശേഷം വീണ്ടും ഉണ്ടാക്കി കേട്ടോ. ഞാനതൊരു മോഡലായിട്ട് ഫസ്റ്റ് ബോട്ടിലിനുള്ള ക്വാണ്ടിറ്റിയാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ മിക്സ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഓൾറെഡി ഇത് നല്ലൊരു ഡിസൈനിലുള്ള ക്ലോത്താണ്, അപ്പോൾ അധികം ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ റിബണോ ബോയോ അല്ലെങ്കിൽ ഫ്ലവർ അങ്ങനെയുള്ള സ്റ്റോൺസ് ഇതൊക്കെ നമുക്കിതിൽ അതിന് സ്യൂട്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുർത്തിയിൽ ഓൾറെഡി ഇതുപോലുള്ള
പോർഷൻസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം. നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മേലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ മാത്രമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതല്ല, ഞാനിപ്പോൾ വേറൊരു ഐഡിയ ചെയ്യാൻ പോകുന്നത് എൻ്റെ വേറൊരു പഴയ പാൻസാണ്. അപ്പോൾ അതിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവേഴ്സ് ഉണ്ട്, ബ്ലാക്കും വൈറ്റും ആ കോമ്പിനേഷനിൽ റെഡും കൂടി വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഫ്ലവേഴ്സിൽ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ ഒരു ഡിസൈനിലിരിക്കുന്ന കാണാൻ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഞാൻ വെച്ച് നോക്കുകയാണ്. പല രീതിയിൽ നമുക്ക് വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്കിതുപോലെ നിരനിരയായിട്ട് ഒട്ടിക്കാം. 3 എണ്ണം ഇതുപോലെ വെച്ചിട്ട് ഒട്ടിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിൽ ഞാൻ വെച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലിൽ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ഫ്ലവറാണ്, കൂട്ടത്തിലെ വലിയ ഫ്ലവറാണ്. അതിൽ ഇതുപോലെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ നമ്മൾ ആ ബേസായിട്ടുള്ള ക്ലോത്ത് ഒട്ടിച്ച പോലെ തന്നെ വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്യുകയാണ് ഇതിൻ്റെ മേലെ. അപ്പോൾ അതിനോട് ഇങ്ങനെ ചേർന്ന് ഒട്ടിയിരുന്നോളും. ഇതുപോലെ ക്യാപ്പിൻ്റെ അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഈ ബോട്ടിലായാലും ഞാനിതുപോലെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെൻറ്ററിലായിട്ട് ഇരിക്കുന്നതിനേക്കാളും സൈഡിലാണ് ഭംഗിയെന്ന് തോന്നി. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലവർ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്പിൻ്റെ അവിടെ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ത്രെഡ് ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ വേറെ ബോവോ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് നമ്മുടെ ഈ ഡിസൈനിലുള്ള ഒരു റിബൺ പോലെ കട്ട് ചെയ്തിട്ട് അതവിടെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ബോട്ടിൽ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ ബോട്ടിൽ നമ്മൾ അച്ചാറിൻ്റെ ജാമിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവുമല്ലോ, ഗ്ലാസ് ജാറ്, അതിലാണ് കേട്ടോ. സെയിം തന്നെ നമ്മൾ വൈറ്റ് ഗ്ലൂവും വാട്ടറും മിക്സ് അപ്ലൈ ചെയ്ത് സെയിം ക്ലോത്ത് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. നെക്കിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ കുർത്തിയിലെ തന്നെ ബോഡി പോർഷനിൽ സിംഗിൾ കളറാണ്, അത് ഞാൻ റിബൺ പോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ, കോട്ടൺ കുർത്തിയും പിന്നെ നമ്മൾ ഫ്ലവർ ആയിട്ടുള്ളത് ഒരു വെൽവെറ്റ് മോഡൽ മെറ്റീരിയലാണ്. അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയതൊക്കെ ഇരിക്കുന്നുണ്ടാവില്ല, അപ്പോൾ അതിൽ നല്ല അട്രാക്റ്റീവായിട്ട് വരുന്ന പോർഷൻസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബോട്ടിലാട്ട്. നമുക്ക് വേറെ പെയിൻറ്റിങ്ങിൻ്റെയോ കാര്യമൊന്നും ആവശ്യമില്ല, ആകെ കൂടി വൈറ്റ് ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നാട്ടിൽ വീണ്ടും ലോക്ക്ഡൗൺ വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. വെറുതെ ഗ്ലൂ മാത്രമല്ല ആവശ്യമുള്ളൂ, വലിയ ചിലവൊന്നും ഇല്ലല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ വേറെയും കുറേ ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, അങ്ങനെ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോട്ടിൽ നമ്മൾ ഒരേ മോഡലിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഗ്ലാസ് ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു ഗ്ലാസ് ജാർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ട് എല്ലാവരും കണ്ടല്ലോ, വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ വേഗം പോയിട്ട് പഴയ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കൂ, ഇതിന് പറ്റിയ മോഡൽ, ഇതിന് നല്ല ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സ്റ്റോൺസ് വർക്കൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള മിറർ വർക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിരിക്കുകയാണ്, മിറർ വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ട് ഇനി വേറൊരു ബോട്ടിലാട്ട് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ ഞാനിപ്പോൾ ക്ലോത്തിൻ്റെ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇനിയും വരുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു, നിങ്ങളുടെ സ്വന്തം ശ്രുതി.